എല്ലാവരും വിചാരിക്കും ഈ സൂഫിസം എന്ന് പറയുന്ന സമയത്ത് അത് മുസ്ലിങ്ങളുടെ ഒരു വേ ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു പാത്ത്, ഇസ്ലാമിലുള്ള ഒരു 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 പാത്താണെന്ന് പലരും വിചാരിക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ള സൂഫികളിൽ മുസ്ലിങ്ങൾ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ജൈന സന്യാസിമാർ, പിന്നെ ബുദ്ധ സന്യാസിമാർ, അവരൊക്കെ സൂഫികളാണ്. സൂഫിസം ഒരിക്കലും ഒരു റിലീജിയസ് ബൗണ്ട് ആയിട്ടുള്ള തിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതായത് എങ്ങനെയാണ് ദൈവത്തെ പ്രണയിക്കുന്നത് ഒരു ഒരു മതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? അപ്പം ഇതിലെന്ന് വെച്ചാൽ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിങ്ങൾ പറയുന്നത് ഈ ദിസ് ഇസ് നോട്ട് ഇസ്ലാം എന്ന് പറയും. അതല്ല, ഞാനിപ്പോൾ ഏതൊരു അജ്മീറിലെ ഉറൂസിന്റെ വീഡിയോ ഇട്ടാൽ പറയും ഇത് ഷിർക്കാണ്, ഇതൊന്നും ഇസ്ലാമിന്റെ ഭാഗമല്ല, ഇതൊന്നും മക്കളെ ഇതാരും കണ്ട് ഇസ്ലാമിനെ വിലയിരുത്തരുതേ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നീണ്ട കമന്റ്സ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇസ്ലാമുമായിട്ട് കണക്ട് ചെയ്യേണ്ടവർക്ക് കണക്ട് ചെയ്യാം, അല്ലാത്തവർക്ക് ഓക്കെ. പക്ഷേ സൂഫിസം എംബ്രേസ് ചെയ്യാൻ അങ്ങനെ ഒരു റിലീജിയൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ടേസ്റ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഒരു ചോക്ലേറ്റ് തന്നിട്ട് ഇത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത്, നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആ ചോക്ലേറ്റ് അയാൾക്ക് കൊടുത്ത അയാൾ കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അറിയാത്ത ഒരാളാണ്. മീൻസ് ഞാൻ സൂഫിസത്തിലേക്കൊന്നും പോയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ വേൾഡ്ലി തിങ്സും ഒക്കെ ആയിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുന്ന മനുഷ്യനായതുകൊണ്ട് എനിക്ക് അതിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ജേർണലിസം കൂടി അതിന്റെ അതെ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, അവരിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് എനിക്കിത് മനസ്സിലായത്. അവർ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതി, ആനന്ദം, ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരൊക്കെ സൂഫീസാണ്.